നമസ്കാരം. ഫോക്കസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഒരു പരിചയപ്പെടുത്തലിൻ്റെയും ആവശ്യമില്ലാത്ത ഒരു സെലിബ്രിറ്റി, കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും അഭിമാനപുത്രൻ അസീം വെളിമണ്ണയാണ് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത്. അസീമിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അസീം വെളിമണ്ണ, വളരെ സന്തോഷം. ഇന്ന് നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിലെ ഈ ഒരു പരിപാടിയിൽ താങ്കൾ പങ്കെടുത്തതിന് ഈ മാനേജ്മെൻറ്റിൻ്റെ പേരിൽ ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തണം. കാരണം എന്താണെന്ന് വെച്ചാൽ അസീമിനെ മറ്റു കുട്ടികളെ കാണണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് താങ്കളെ പ്രത്യേകം ചീഫ് ഗസ്റ്റായിട്ട് നമ്മൾ വെച്ചത്. ഈ അസീം വെളിമണ്ണ ഫൗണ്ടേഷൻ രജിസ്റ്റേർഡ് സൊസൈറ്റിയാണ്. എന്താണ് ആ ഫൗണ്ടേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫൗണ്ടേഷൻ കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെ ഡിഫറെൻറ്റ് ലേബിളുകൾക്കുള്ള നമ്മളെ കൂട്ടുകാരെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് കഴിയുന്നത് ചെയ്തു കൊടുക്കുക. പിന്നെ വലിയൊരു പ്രൊജക്റ്റ് ഭാവിയിൽ തയ്യാറാക്കുന്നുണ്ട്. അത് ഭാവിയിൽ ഇൻഷാ അല്ലാ പറ്റുമെങ്കിൽ ചെയ്യും. ഫണ്ടാണല്ലോ പ്രശ്നം. അതെ. ഇപ്പോൾ ഈ അസീമിനെ പറ്റി പറയുമ്പം പൊതുവേ 90% പരിമിതികൾ എന്നാണ് അസീമിനെ കുറിച്ച് പലരും പറയുമ്പോഴങ്ങനാണല്ലോ പറയുന്നത്. ഈ 90%ത്തിൽ നിന്ന് 1% പോലും എനിക്ക് പരിമിതി ഇല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ്. താങ്കളുടെ ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് ഒക്കെ അങ്ങനെയാണ്. അസീം ഓർമ്മ വെച്ച നാൾ മുതൽ ഈ ഒരു പരിമിതികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണല്ലോ. താങ്കളുടെ ജന്മത്തെക്കുറിച്ച് ഫാദർ എപ്പോഴെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ജന്മത്തെക്കുറിച്ച് കുറേ പറയുന്നത് കേൾക്കാറുണ്ട്. ഞാനിങ്ങനെ 4 മാസത്തിൽ തന്നെ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞിരുന്നു. 4 മാസത്തിൽ തന്നെ ഗർഭപാത്രത്തിൽ തന്നെ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ ഡോക്ടർമാരെ അബോർഷന് ഞാൻ പറഞ്ഞതായിരുന്നു. പിന്നെ ഉപ്പാൻ്റെയും നിർബന്ധം കൊണ്ടാണ് നമ്മൾ അല്ല അങ്ങനെ അബോർഷൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഉമ്മൻ്റെ ഒരു സങ്കടം എപ്പോഴെങ്കിലും പറയണ കേട്ടിട്ടുണ്ടോ? എവിടെന്നെങ്കിലും ഉമ്മ അങ്ങനെ സങ്കടം പറയുന്ന വെച്ച് ഇല്ല. ഉമ്മ ധൈര്യപൂർവ്വം താങ്കളെ പ്രസവിക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? ഉമ്മ ഉപ്പാൻ്റെ തീരുമാനം എന്താണോ അതിനനുസരിച്ച് നിൽക്കാൻ തീരുമാനിച്ചു. ഹോസ്പിറ്റലിലാണോ പ്രസവിച്ചത്? അതെ. എവിടെ ഹോസ്പിറ്റലിൽ? അത് പൂനൂര്. താമരശ്ശേരി അടുത്ത്. അതെ. ഓക്കെ. സാധാരണ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ആണ് അല്ലേ? ചെറിയ കുട്ടിയാകുമ്പോൾ ഇപ്പോൾ അസീമിന് അറിയില്ലല്ലോ തനിക്ക് എന്തൊക്കെ പോരായ്മകളുണ്ടെന്ന് അസീമിന് അറിഞ്ഞുകൂടാ. ഏത് പ്രായത്തിലാണ്, ഇപ്പം +2 വിദ്യാർത്ഥിയാണല്ലോ, ഏത് പ്രായത്തിലാണ് ഞാനിങ്ങനെ ഒരു ഡിസേബിൾഡ് ആണ് എന്ന് തോന്നി തുടങ്ങിയത്? അത് എനിക്കൊരു 2 വയസ്സായപ്പോഴാണ് എനിക്ക് ഒരു അനിയത്തി ഉണ്ടായത്. അപ്പം ഓരോ കുറച്ച് വലുതായപ്പോൾ ഓരോ സാധനങ്ങൾ ഇങ്ങനെ എടുക്കുന്നത് കാണുമ്പോൾ ഞാനും എടുക്കാൻ വേണ്ടി നോക്കി. അപ്പം അന്നാണ് മനസ്സിലാക്കി എനിക്ക് കഴിയുന്നില്ല എന്നുള്ള തോന്നലുണ്ടായത് അല്ലേ? അപ്പോൾ അവൾ സാധാരണ അസീം ഇങ്ങനെ എന്തിനേലൊക്കെ ശ്രമിക്കുമ്പോൾ അവൾ ഹെൽപ്പ് ചെയ്യുമോ? ഹെൽപ്പൊക്കെ ചെയ്യും, എല്ലാവരും ചെയ്യും, പ്രശ്നമില്ല. അസീമിനെ മറ്റേ മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്നത് ആ സ്കൂളിൻ്റെ ഒരു പ്രശ്നമായിട്ടാണ് അല്ലേ? ഒരു LP സ്കൂളിൽ പഠിച്ചു. ആ സ്കൂളിനെ അപ്ഗ്രേഡ് ചെയ്ത് UP സ്കൂളാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് അസീം മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത്. എന്തായിരുന്നു ആ പോരാട്ടത്തിൻ്റെ പിന്നിൽ? ഞാൻ പഠിച്ച സ്കൂള് ശരി പറഞ്ഞാൽ LP സ്കൂളായിരുന്നു. അപ്പം ഞാൻ 2 വരെ സ്കൂളിൽ പോയിട്ടില്ലായിരുന്നു. 3ാം ക്ലാസ് മുതലാണ് സ്കൂളിൽ പോകാൻ തുടങ്ങിയത്. അപ്പം 4 കഴിഞ്ഞപ്പം അപ്പം നേരെ 3ാം ക്ലാസ്സിലാണോ എൻട്രി ചെയ്തത്? അതെ. 1-2 പഠിച്ചിട്ടേ ഇല്ല. അപ്പം 3ാം ക്ലാസ്സിക്ക് അത് ഈ ശാരീരിക അവസ്ഥ കൊണ്ടായിരിക്കും പോകാൻ പറ്റാതിരുന്നത്? അല്ലല്ല, മടിയായിരുന്നു. ശരിയാ. ഞാൻ 3ാം ക്ലാസ്സിൽ എത്തിയ സമയത്താണ് എൻ്റെ സ്കൂളിലത്തെ കാദർ മാഷ് എന്ന് പറഞ്ഞൊരു മാഷുണ്ട്. മാഷും പിന്നെ നാട്ടുകാരൊക്കെ കൂടിയിട്ട് എന്നെ പിടിച്ചു വലിച്ച് സ്കൂളിൽ കൊണ്ടുപോയതാണ്. അപ്പം താല്പര്യമൊന്നും ഉണ്ടായിട്ടല്ലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. കാരണം നമുക്ക് അത് ശീലമില്ലാത്തൊരു കാര്യമാണല്ലോ. അപ്പം ആദ്യത്തെ ദിവസമൊക്കെ മടിയുണ്ടായിരുന്നു. അല്ല, മറ്റു കുട്ടികളിൽ ഇടയിൽ പോയിരിക്കാനുള്ള ഒരു പ്രയാസമായിരുന്നു വാസ്തവത്തിൽ. അതെ. പിന്നെ എനിക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ സ്കൂളിൽ ചെയ്തു തന്നു. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫ്രണ്ട്സുകളൊക്കെ ആയി. അവരൊക്കെ തന്നെ ഇന്നൊരു പ്രശ്നമുള്ളതായിട്ട് കാണാതെ കൂടുന്നു. അതുകൊണ്ട് തന്നെ ഞാനത് എനിക്കൊരു കുറവില്ല എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ മുന്നോട്ട് പോയി. അങ്ങനെ 4 വരെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് നല്ല അടിച്ചു പൊളിച്ച് പഠിച്ചു. 4 കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സുകൾ വേറെ സ്കൂളിൽ പോകുന്നത് ഞാൻ കാണുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് ഇങ്ങനെ സ്കൂളിൽ മാറി പോകുന്നത്? അവർ 5ലേക്ക് പോയപ്പോൾ സ്കൂളിൽ പഠിക്കാൻ സൗകര്യമില്ലല്ലോ. ഇല്ല. അപ്പോൾ അങ്ങനെയൊക്കെ UP സ്കൂളില്ലാത്തതിൻ്റെ പേരിലാണ്
അപ്പോൾ എനിക്കാണെങ്കിൽ ദൂരെയുള്ള സ്കൂളിൽ പോകാൻ അന്നത്തെ സാഹചര്യത്തിൽ പറ്റില്ലായിരുന്നു. അപ്പം ഇങ്ങനെ മുഖ്യമന്ത്രിനെ കണ്ട് കാര്യം പറഞ്ഞാൽ അപ്ഡേറ്റ് ചെയ്ത് കിട്ടുമെന്നുള്ളൊരു പറഞ്ഞു തന്നു. അപ്പം ഞാനും നാട്ടുകാരും ഒക്കെ കൂടിയിട്ടാണ്, നാട്ടിലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊക്കെ കൂടിയിട്ടാണ് ഉമ്മൻചാണ്ടി സാറ് പോയി കാണുന്നത്. അല്ല, അപ്പോൾ ആ സമയത്ത് അസീമിനെ സംബന്ധിച്ചിടത്തോളം 4ാം ക്ലാസ്സിൽ എത്തുമ്പോഴാണ് ഇതിൻ്റെ പോരാട്ടം തുടങ്ങണേ. 4-ലെത്തുമ്പോൾ. അപ്പോൾ ഈ 4-ലെത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ അസീമിന് ഏതാണ്ട് ഒരു 9 വയസ്സ് പ്രായമല്ലേ കാണുള്ളൂ അല്ലേ? ആ സമയത്താണ് ഉമ്മൻചാണ്ടിനെ പോയി കാണുന്നത്. അത് ആരൊക്കെ സഹായിച്ചു? ഉപ്പനെ കൂടെ മൊത്തം നാട്ടിലെ ജനങ്ങൾ കാരണം 94 വർഷം പഴക്കമുള്ള ഒരു LP സ്കൂളായിരുന്നു. അപ്പോൾ അത് UP സ്കൂളിൽ നാടിൻ്റെ ഒരു ആവശ്യമായിരുന്നു. അപ്പോൾ അത് നസീം മുന്നിൽ നിന്നപ്പോൾ നാട്ടുകാർക്കും കൂടി എന്തൊരു വലിയ ഇതായി അല്ലേ? അങ്ങനെ മുഖ്യമന്ത്രിനെ പോയി എന്താ ഉമ്മൻചാണ്ടി പറഞ്ഞത്? ഉമ്മൻചാണ്ടി സാർ അത് അടിപൊളിയാണ്. ആള് ആദ്യത്തെ 2-3 പ്രാവശ്യം കണ്ടു. എല്ലാ തിരുവനന്തപുരത്ത് പോയിട്ടാണോ കാണുന്നത് അതോ തിരുവനന്തപുരത്ത് പോയിട്ട്? എല്ലാ പ്രാവശ്യം കാണുമ്പോഴും മുപ്പരും പുഞ്ചിരിച്ച തോട് കൂടിക്കാണ് സംസാരിക്കുക. എപ്പം ഞാൻ കണ്ടാലും അപ്പം നമുക്ക് ശരിയാക്കാന്ന് പറയും. ഒരു ദിവസം ഞാൻ കണ്ടപ്പോൾ പറഞ്ഞു, എനിക്കറിയാം അങ്ങനെ പറഞ്ഞിട്ട് മുപ്പരെ PA കൊണ്ട് പറഞ്ഞു. അപ്പം തന്നെ പാസ്സാക്കി തന്നു. അങ്ങനെയാണ് നമ്മൾ സ്കൂളിൽ UP സ്കൂളിൽ. ഇനിയിപ്പോൾ സ്കൂളിൽ പുതിയ കെട്ടിടങ്ങളൊക്കെ വന്നോ? സ്കൂളിലാണ് പുതിയ കെട്ടിടങ്ങളൊക്കെ വന്നു. ഇപ്പോൾ അത് UP സ്കൂളാണ് അല്ലേ? അപ്പോൾ അതിന് ശേഷം അസീം 7ാം ക്ലാസ് വരെ അവിടെ പഠിച്ചു. 7 അവിടുന്ന് കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ എവിടെ പഠിക്കണേ? ഇപ്പം ഞാൻ നീലേശ്വരം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് പറഞ്ഞു. ശരി. അപ്പോൾ എത്ര ദൂരം പോകണം, യാത്ര ചെയ്യണം? അതൊരു 3-4 കിലോമീറ്റർ. അത് ആര് കൊണ്ടുവിടും? സ്കൂളിൽ ഉപ്പ കൊണ്ടാക്കും അല്ലേ? ഉപ്പയാണ് സന്തത സഹചാരി അല്ലേ? അപ്പോൾ അതിപ്പോൾ ഇനി വീണ്ടും ഒരു ഹൈസ്കൂളാക്കി ഉയർത്താനുള്ളൊരു ശ്രമം നടക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞാൽ ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഗവൺമെൻറ് പറയുന്നത് എന്താണ്? അത് ഹൈസ്കൂളാക്കണതിന് എന്തെങ്കിലും തടസ്സം പറയുന്നുണ്ട് അവർ? അത് സാമ്പത്തിക തടസ്സമായിരിക്കാം. ഇപ്പം അത് സുപ്രീം കോടതി കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കേസിന് ആരും നേതൃത്വം കൊടുക്കണേ? അത് ഇങ്ങനെ നാട്ടുകാരാണ് ചെയ്യുന്നത് അല്ലേ? അപ്പം അതിന് അസീം വാസ്തവത്തിൽ ഒരു വിപ്ലവം സൃഷ്ടിച്ച കാര്യത്തിൽ സ്കൂളിങ്ങനെ അല്ലേ? വിദ്യാഭ്യാസ വിപ്ലവം എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? അപ്പോൾ നാട്ടിലൊരു UP സ്കൂൾ വന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഹൈസ്കൂളാക്കാനുള്ള കേസ് കോടതിയിൽ, അത് സുപ്രീം കോടതി വരെ പോകേണ്ട കാര്യം എന്തായിരുന്നു? അത് ഗവൺമെൻറ് ഒബ്ജക്റ്റ് ചെയ്തോ? അതെ, ഹൈക്കോടതിയായിരുന്നു കേസ് ഉണ്ടായിരുന്നത്. പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പീൽ പോയപ്പം സുപ്രീം കോടതി കൊടുത്തു. ശരി. അപ്പോൾ അത് കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തപ്പോഴെങ്കിലും ഒന്ന് ശരിയാവുമോ? ആകുമെന്ന് പ്രതീക്ഷിക്കാം. ആണല്ലേ? അസീമിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണ്? മീൻസ് എന്ത് ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം? ഇപ്പോൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു സെലിബ്രിറ്റിയാണ് താങ്കൾ പലയിടത്തും ഉദ്ഘാടനത്തിന് പോകുന്നു, അവിടെ മോട്ടിവേഷൻ ക്ലാസ് എടുക്കണു, അതൊക്കെ ഉണ്ട്. പക്ഷെ വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാനാണ് ഇഷ്ടം? വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ പാട്ട് കേൾക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ചിത്രം വരയും. ഈ ചിത്രം കാലം കൊണ്ട് വരയ്ക്കാനുള്ള ട്രെയിനിങ് ആരിൽ നിന്ന് അങ്ങനെ വന്നത്? സ്വയം ഉണ്ടാക്കിയെടുത്തതാണോ? അത് എങ്ങനെയാ വന്നത്, എങ്ങനെയാ പഠിച്ചതെന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല. പക്ഷെ ഒരു കാലത്ത് ഞാൻ പഠിച്ചു. അത് ഇപ്പം സ്കൂളിലെ ഡ്രോയിങ് ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ട് ഉണ്ടായോ? പിന്നെ ഉണ്ടല്ലേ? ടീച്ചേഴ്സൊക്കെ അടിപൊളിയാണ്. പാട്ട് ആരുടെ പാട്ട് കേൾക്കാനാണ് ഇഷ്ടം? അങ്ങനെയൊന്നുമില്ല, എല്ലാ പാട്ടും ഇഷ്ടമാണ്. എല്ലാ ഗായകന്മാരെയും ഒരുപാട്. സഹോദരങ്ങളെ കൂടെ കളിക്കാനൊക്കെ പോവോ? പിന്നെ അവരെ കൂടെ എല്ലാം കളിക്കും അല്ലേ? എപ്പോഴാണ് സ്വിമ്മിങ്ങിലേക്ക് വന്നത്? സ്വിമ്മിങ്ങിലേക്ക് വന്നത് ഈ കൊറോണ സമയം കഴിയുന്ന സമയത്താണ്. അല്ല, അങ്ങനെ സ്വിമ്മ് ചെയ്യണമെന്ന് താങ്കൾക്ക് തോന്നാൻ എന്താ കാരണം? അതെന്താ വെച്ചാൽ എനിക്ക് ചെറുപ്പം മുതലുള്ള ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെയല്ല, എൻ്റെ നാടിൻ്റെ അടുത്തൊരു ചെറിയ പുഴയുണ്ട്. ആ പുഴയിൽ ഈ കസിൻസായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ പോകുമ്പം അവരിങ്ങനെ വെള്ളത്തിൽ ചാടി കുളിക്കുന്നത് കാണുമ്പം എനിക്കൊരു ആഗ്രഹം പെട്ടെന്ന് മനസ്സിൽ വന്നു. എനിക്കെന്തുകൊണ്ട് പോലെ നീന്താൻ പറ്റൂലല്ലോ. അന്ന് എനിക്കറിയില്ല എനിക്ക് നീന്താൻ പറ്റുമെന്നുള്ള കാര്യം. അപ്പം ആ ആഗ്രഹത്തിൻ്റെ പുറത്ത് പല സമയങ്ങളിലും ഞാൻ ചാടുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അതൊക്കെ കൊണ്ട് പിടിച്ച് കടയിൽ കയറ്റും. അപ്പം അന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എന്തെങ്കിലും ഒരിക്കലും എൻ്റെ ഫ്രണ്ട്സുകളായിട്ടൊക്കെ ഒന്ന് നീന്തിയിരുന്നെങ്കിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് എന്നെ നീന്തൽ പഠിപ്പിച്ച സജി സാറ് എന്നെ കാണാൻ വേണ്ടിയിട്ട് വരുന്നത്. സാറ് പറഞ്ഞു, എനിക്ക് ആഗ്രഹം ഉണ്ടോ, ഞാൻ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ആലുവ പെരിയാറിലെത്തുന്നത്. പെരിയാറ് പോകുന്ന സമയത്ത് ഈ പെരിയാറ് നീന്തി കിടക്കുന്നതിന് മുമ്പ് നീന്തൽ പഠിച്ചല്ലോ അല്ലേ? ഇല്ല, പഠിച്ചില്ല. അങ്ങനെ
നീന്തൽ അതിന്റെ മുമ്പേ പഠിച്ചില്ലേ? നീന്താൻ പഠിച്ചില്ല? ഇല്ല, തുടങ്ങുന്നത് തന്നെ പെരിയാറിൽ നിന്നാണ് പഠിച്ചതും നീന്തി കിടന്നു. ഓ അത് ശരി. അപ്പോൾ അദ്ദേഹം അവിടെ കൊണ്ടുപോയി. അതെ. എന്നിട്ട് അത് കൊണ്ടുപോയത് ആ പുഴയിലെന്നെ ആയിരുന്നെങ്കിൽ ഫസ്റ്റ് ദിവസം ചെറിയൊരു പേടിയുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു ആഗ്രഹമല്ലേ, ആഗ്രഹം സാധിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ റിസ്ക് ഏറ്റെടുത്തല്ലേ പറ്റൂല. പിന്നെ സാറ് ഭയങ്കര കോൺഫിഡൻറ്റ് തരും. പിന്നെ ഞാനൊരു നിക് വിജിസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആളെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു. ആൾ 2 കൈയും 2 കാലും ഇല്ലാത്ത ആളാണ്. അപ്പം ആൾ സ്വിം ചെയ്യുന്നൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് എന്തുകൊണ്ട് പറ്റിക്കൂടാന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. അങ്ങനെ സാറിൻ്റെ ഒരു മോട്ടിവേഷൻ കൊണ്ട് നമ്മൾ പഠിച്ചു. ഇപ്പോൾ ഈ ഇങ്ങനത്തെ ഈ കാലിന് ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഈ ആർട്ടിഫിഷ്യൽ ഇതും കൂടി വെച്ചിട്ട് തന്നെയാണ് ഇത് ഊരി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതായത് അല്ലെങ്കിൽ ഒരു ബാലൻസിങ്ങിൻ്റെ പ്രശ്നം ഉണ്ടാവും അല്ലേ? അത് കുറച്ച് വെയിറ്റുള്ള സാധനമാണ്. എത്ര സമയം എടുത്തു പുഴ നീന്തി കിടക്കാൻ? ഒരു 1 hour. 1 hour. എത്ര ദൂരം? 1 kilometer. 1 kilometer ദൂരം കിടക്കാണ് 1 hour സമയം എടുത്തുകൊണ്ട് താങ്കൾ, അതാണ് ഒരു ചരിത്രമായി മാറിയത് അല്ലേ? കാരണം ഈ പരിമിതികളൊക്കെ ഉണ്ടായിട്ടും പുഴ നീന്തി കടന്നു. അങ്ങനെയാണ് താങ്കൾ പിന്നീട് അങ്ങോട്ട് ഈ സ്വിമ്മിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പല രാജ്യങ്ങളും മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കണ്ടായല്ലോ, അതേക്കുറിച്ചൊന്ന് പറയാമോ? നമ്മൾ സ്വിമ്മിങ് പഠിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിങ്ങനത്തെ സാധ്യതകളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ആദ്യമായിട്ട് നമ്മൾ സ്റ്റേറ്റിൽ മത്സരിച്ചു. 3 ഇനങ്ങളിലായിരുന്നു മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. ആ 3ലും നമുക്ക് നാഷണലിലേക്ക് സെലക്ഷൻ കിട്ടി. അത് 2 പ്രാവശ്യം മത്സരം ഉണ്ടായിരുന്നു. ഒന്ന് ഗോവയിൽ വെച്ചിട്ടും ഒന്ന് മധ്യപ്രദേശ് വെച്ചിട്ടും. ഈ 2 മത്സരങ്ങളിലും 3 മത്സരത്തിലും ഗോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് കിട്ടിയതുകൊണ്ട് തന്നെ നമുക്ക് ഇൻ്റർനാഷണലിലേക്ക് സെലക്ഷൻ കിട്ടി. ഇപ്പോൾ അടുത്ത് നമ്മൾ പാരീസിൽ. എന്ത് കാറ്റഗറിയിലാണ് നിങ്ങൾ മത്സരിക്കുന്നത്? അത് S2 കാറ്റഗറി എന്ന് പറയും. അത് ഇങ്ങനെ പരിമിതികളുള്ള ആൾക്കുള്ള ഒരു പ്രത്യേകത ആണോ? പരിമിതികളുള്ള ആളുകൾ ഇപ്പം ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. അപ്പം അവിടെ ഡോക്ടേഴ്സ് പരിശോധിച്ചിട്ട് ഇന്ന ആൾക്ക് ഏത് കാറ്റഗറി ആണോ സൂട്ടബിൾ ആവുന്നതെന്ന് നോക്കും. അങ്ങനെയാണ് അവർ കാറ്റഗറി തീർക്കുന്നത്. ഇപ്പം നിങ്ങൾ അതിന് ശേഷം ഇപ്പം ഇവിടെ ഫ്രാൻസിൽ പങ്കെടുക്കും. അതെ. ഫ്രാൻസിൽ എന്ത് മത്സരമായിരുന്നു അത്? അത് വേൾഡ് സ്വിമ്മിങ് സീരീസ് എന്ന് പറയും. അതിൽ പോയി. അപ്പം അതിന് പോകാനൊക്കെ ഈ സ്പോൺസർഷിപ്പൊക്കെ അത് നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് സുഹൃത്തുക്കളായ ആളുകളൊക്കെ സംഘടനകളൊക്കെ ഇനി അടുത്ത പ്രോഗ്രാം എന്താണ് ഈ സ്വിമ്മിങ്ങുമായിട്ട് ബന്ധപ്പെട്ട്? അപ്പം ഈ പാരീസിൽ പോയി മത്സരിച്ചതിന് ശേഷം അതിന്ന് വേൾഡ് ചാമ്പ്യൻഷിപ്പിലേക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം വേൾഡ് ചാമ്പ്യൻഷിപ്പ് അടുത്ത മാസമാണ്. അതും സിംഗപ്പൂരിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അല്ല, അപ്പം ഇങ്ങനെ അസീമിനെ പോലെ ഇങ്ങനെ ഈ പ്രയാസങ്ങളുള്ള എത്ര പേര് ഈ മത്സരത്തിലുണ്ട്? ഇന്നെപ്പോലുള്ള കുറച്ച് പേരൊക്കെ ഉണ്ടാവും. ഉണ്ടല്ലേ? എല്ലാവർക്കും ഇതേപോലത്തെ പല 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 പ്രശ്നങ്ങളാണ് അല്ലേ? ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക. ഈ ഡോക്ടേഴ്സ് തീരുമാനിക്കാറില്ല ചെയ്യുക. അത് ഡോക്ടറാണ് സർട്ടിഫൈ ചെയ്യേണ്ടത് നിങ്ങൾക്ക് പറ്റുമോ ഇല്ലേ എന്നുള്ളത് അല്ലേ? ഡോക്ടേഴ്സ് ആ സ്വിമ്മിങ്ങിൽ തന്നെ പല കാറ്റഗറി ഉണ്ട്. അപ്പം ഓരോരുത്തരെയും S1, S2, S3 എന്ന് പറഞ്ഞ കുറേ കാറ്റഗറി ഉണ്ട്. അതിൽ ഓരോരുത്തർ അവരുടെ മികവനുസരിച്ച് അവർക്ക് സൂട്ടബിളായ രീതിയിൽ ഉള്ള കാറ്റഗറി. അപ്പോൾ അസീമ മത്സരിക്കുന്ന S2 സീരീസിലാണ് മത്സരിച്ചത് അല്ലേ? ഇനി സിംഗപ്പൂരിൽ മത്സരിക്കുന്നതും അത് തന്നെയാണ്. അപ്പം അതിനൊരു പ്രായത്തിൻ്റെ കണക്കൊന്നുമില്ല? ഇല്ലല്ല, പ്രായപരിധിയൊന്നുമില്ല. ആർക്കും കുട്ടികളാണെങ്കിൽ ഒരു വേറെ ഒരു കാറ്റഗറി അങ്ങനെയൊന്നുമില്ല ഇല്ലല്ലേ? അപ്പോൾ അതിൽ അസീമിനേക്കാളും പ്രായം കൂടുതലുണ്ടായിരുന്നു അതിൽ? പ്രായം കൂടുതൽ ഉള്ളവരുണ്ട് പല രാജ്യങ്ങളിൽ. ഏറ്റവും കൂടുതൽ എൻ്റെ കാറ്റഗറിയിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഒരു ബ്രസീലിൽ ഉള്ള ആളാണ്. ആള് ഒരു 21 year ആയിട്ടുള്ള ആളാണ്. 25. അപ്പോൾ അസീമിനേക്കാളും പ്രായം കുറഞ്ഞവരും ഉണ്ടാവില്ലേ? എൻ്റെ അതേ പ്രായമുള്ള ഒരാളാണ്. ഉണ്ട് അങ്ങനെയുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ മത്സരങ്ങളിൽ ചെല്ലുമ്പോൾ നിങ്ങൾ വാസ്തവത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചാണല്ലോ പോകുന്നത്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് എങ്ങനെയാണ്? ഇന്ത്യൻ ഗവൺമെൻറ് ഇതുവരെ സപ്പോർട്ട് അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ നിങ്ങൾ സ്വന്തം ചെലവിൽ തന്നെയാണ് ഈ മത്സരത്തിലൊക്കെ? അവർ നമ്മളെ കൊണ്ടുപോകും, പക്ഷെ നമ്മൾ ചിലവൊക്കെ നമ്മൾ തന്നെ വഹിക്കണം. അല്ല, അതാണ് നിങ്ങളുടെ കൂടെ ഒഫീഷ്യലായിട്ട് ആരെങ്കിലും വരുമോ? അവിടെ കോച്ചുമാരൊക്കെ വരും. അതിന് ചിലവ് നമ്മൾ വഹിക്കണ്ടേ? അവരൊക്കെ ചിലവ് അവർ വഹിക്കും. അസീം ഫൗണ്ടേഷൻ്റെ കീഴിൽ ഇപ്പം എന്തെങ്കിലും കാര്യമായ പ്രവർത്തനങ്ങളൊന്നും നടന്നോ? എന്താണെന്ന്
നമ്മൾ മാസത്തിൽ വീൽ ചെയർ കൊടുക്കാനുള്ളൊരു പദ്ധതി ഉണ്ടായിരുന്നു. അത് സ്പോൺസർ കിട്ടുന്നതിനനുസരിച്ചാണ് കൊടുക്കാറുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ തെരുവിലെ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഘടനയായിട്ട് കയ്യൊപ്പായിട്ട് കോഴിക്കോട് തെരുവിലെ ആൾക്കാർക്ക് ഫുഡ് കൊടുക്കുന്നൊരു പദ്ധതി ഉണ്ടായിരുന്നു. അതും ഇടയ്ക്കൊക്കെ നടക്കാറുണ്ട്. അങ്ങനെ അങ്ങനെ ഇനി ഇപ്പം +2 പഠിക്കുന്നത് അല്ലേ? സബ്ജക്റ്റ് എന്താ? ഹ്യൂമാനിറ്റീസ്. അപ്പോൾ അതിന് സാധാരണ പരീക്ഷ എഴുതാനും പാഠങ്ങൾ പഠിക്കാനും ഒക്കെ എങ്ങനെ സമയം കണ്ടെത്തണം? അത് ഓൺലൈൻ ക്ലാസ് ഉണ്ടാവും. ഓൺലൈൻ ക്ലാസ്സാണോ കൂടുതൽ അറ്റൻഡ് ചെയ്യുന്നത്? ഓൺലൈൻ ക്ലാസ് കൂടുതൽ അറ്റൻഡ് ചെയ്യുന്നില്ല. സ്കൂളിൽ പോകും സാധാരണഗതിയിൽ മറ്റുള്ള കുട്ടികൾ പോകുന്ന മാതിരി സ്കൂളിൽ പോകുന്നുണ്ട് അല്ലേ? പരീക്ഷ എഴുതാൻ ഈ സഹായം ഉണ്ടാവും. നമ്മൾ പറഞ്ഞു കൊടുക്കണത് എഴുതാന്നുള്ള ഒരു നിലക്കല്ലേ? പിന്നെ +2 കഴിഞ്ഞിട്ട് എന്താ ലക്ഷ്യം? +2 കഴിഞ്ഞിട്ട് സൈക്കോളജി എടുക്കണമെന്നാണ് കാര്യം. എന്താ സൈക്കോളജിയോട് പ്രത്യേക താല്പര്യം? എന്താന്ന് വെച്ചാൽ എനിക്കൊരു മോട്ടിവേഷൻ സ്പീക്കർ, ഒരു മോട്ടിവേഷൻ സ്പീക്കർ ആവാന്നുള്ളതാണോ ആ ഒരു ലക്ഷ്യം? എങ്ങനെ? ഏകദേശം ഒരു ബൈ പ്രൊഫഷൻ. ഇപ്പോൾ നമ്മൾ കുറച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പ്രൊഫഷനിലേക്ക് എൻ്റർ ചെയ്യണമല്ലോ. ആ ഒരു പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഈ പരിമിതികൾ ഉള്ളതുകൊണ്ട് സാധാരണ ജോലി ഒരു ഓഫീസിലോ അല്ലെങ്കിൽ മറ്റെന്തിലോ പോയി ജോലി ചെയ്യാൻ കഴിയില്ല എന്നൊരു തോന്നലുണ്ടോ? അങ്ങനെ തോന്നലൊന്നുമില്ല. പക്ഷേ എൻ്റെ ഒരു പാഷൻ നല്ലൊരു സൈക്കോളജിസ്റ്റായിട്ട് അപ്പോൾ ഒരു സ്വതന്ത്രമായ ഒരു ജോലിയാണ് ആഗ്രഹിക്കുന്നത് അല്ലേ? ഒരാളെ കീഴിലൊന്നും ജോലി ചെയ്യാതെ സ്വതന്ത്രമായ ഒരു ഇത് കാണാം. അതേപോലെ ഏറ്റവും നല്ലത് ഇങ്ങനത്തെ സൈക്കോളജിയും മോട്ടിവേഷനും ഒക്കെ തന്നെയാണല്ലോ നല്ലത്. ഏതൊക്കെ രാജ്യങ്ങളിപ്പോൾ അസീമ പോയിട്ടുണ്ട്? ഞാനിപ്പം ഫ്രാൻസ് പോയി, പിന്നെ ഖത്തർ, സൗദി, ദുബായ്, അങ്ങനെ രാജ്യങ്ങളിലൊക്കെ പോകുന്നുണ്ട്. ഈ ഖത്തറിലല്ലേ മറ്റേ ലോകകപ്പ് ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട്? ഖത്തറിൽ വേൾഡ് കപ്പ് സമയത്ത് ഖത്തറിൽ പോകാനൊരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. കളിക്കാരൊക്കെ കണ്ടോ? മെസ്സിനൊക്കെ കണ്ടു? പിന്നെ നമ്മൾ ഫൈനൽ മത്സരം കാണാനും നമ്മൾ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതും കുറച്ച് ആൾക്കാരൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് ആ ഒരു ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്കിങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, പോകുമ്പോൾ സമയത്ത് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഏതെങ്കിലും ഒരു കളിക്കാരായിട്ട് മീറ്റ് ചെയ്ത് അതായത് വെറുതെ കളി കണ്ടു പോരല്ല, ഒരു കളിക്കാരായിട്ട് കൂടെ ഇരുന്ന് അല്ലേ സംസാരിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ട കളിക്കാരനാരാ? അതിപ്പോൾ പറയാമോ? അതിനെന്താ കുഴപ്പമോ? എനിക്ക് എല്ലാവരും ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇഷ്ടമാണ്. അദ്ദേഹത്തെ കാണാൻ പറ്റിയില്ല. അദ്ദേഹത്തെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കളിയൊക്കെ നേരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഫോട്ടോ അടുത്ത് നിന്ന് സംസാരിക്കാനോ. അപ്പോൾ കളി കഴിഞ്ഞിട്ടാണോ ഗ്രൗണ്ടിൽ ഇറങ്ങി ഇവരെ കാണുന്നത്? അല്ല, ഈ കളി തുടങ്ങുന്നതിന് മുമ്പ് ഒരു വാമപ്പിന് വേണ്ടിയിട്ട് ഇറങ്ങുന്ന സമയത്താണ് വീട്ടിൽ ചെയ്യാൻ വേണ്ടി സാധിച്ചത്. അപ്പോൾ ഒഫീഷ്യൽസ് നിങ്ങളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയി. അതെ. അതെന്ത് പറഞ്ഞു അദ്ദേഹം? മെസ്സി കണ്ടപ്പോൾ എന്ത് പറഞ്ഞു? മെസ്സി കണ്ടപ്പോൾ മെസ്സിക്ക് നമ്മുടെ ഭാഷ അറിയില്ല, നമുക്ക് മെസ്സിയുടെ ഭാഷയും അറിയില്ല. അപ്പോൾ നമുക്ക് 2 വീക്കും അറിയില്ല കെട്ടിപ്പിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ അതിന് ഭാഷ ഇല്ലല്ലോ, കെട്ടിപ്പിടുത്തതിന് ഭാഷ ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അത് അദ്ദേഹം വേറെ ഒന്നും ചോദിച്ചില്ല, വിശേഷങ്ങളൊന്നും ചോദിച്ചില്ല? എന്തോന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ട്രാൻസ്ലേറ്റർ ഇല്ലാത്തതുകൊണ്ട് മനസ്സിലാവില്ല. കുറച്ച് നേരം അങ്ങനെ കിട്ടി. അപ്പോൾ ആ ലോകകപ്പ് ഫുട്ബോൾ കാണാൻ മറ്റേ സെലിബ്രിറ്റീസ് ധാരാളം ഗാലറിയിൽ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഉണ്ടായിരുന്നു? കുറേ സെലിബ്രിറ്റീസ് ഉണ്ടായിരുന്നു. കേരളത്തിൽ നമുക്ക് ഉണ്ടായിരുന്നു, ലാലേട്ടൻ ഉണ്ടായിരുന്നു. ഒക്കെ സിനിമാ നടന്മാരൊക്കെ ആയിട്ട് പരിചയമുണ്ടോ? മമ്മൂക്ക, ലാലേട്ടൻ? മമ്മൂക്കാണ് ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. കുറെ മുമ്പ് കണ്ട. അപ്പോൾ അദ്ദേഹം എന്തെങ്കിലും ചോദിച്ചോ? അദ്ദേഹം ചോദിച്ചതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ മറന്നുപോയി. അസീമിന് ഒരുപാട് അവാർഡുകളൊക്കെ പുരസ്കാരങ്ങളൊക്കെ ലഭിച്ചിട്ടുള്ള ആളാണ്. എന്തൊക്കെയാണ് ഇത്? ജസ്റ്റ് ഒന്ന് നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കാം. എനിക്ക് കേരള സർക്കാരിൻ്റെ പ്രഥമ ഉജ്ജ്വല ബാല്യം പുരസ്കാരം കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ യൂണിസെഫിൻ്റെ ചൈൽഡ് അച്ചീവർ അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം സാറിൻ്റെ പേരിലുള്ള കലാം ഫൗണ്ടേഷൻ്റെ ഇൻസ്പയറിംഗ് ഇന്ത്യൻ അവാർഡ്. പിന്നെ നമ്മുടെ ഇപ്പോൾ അടുത്ത് നമ്മുടെ യുവ പ്രതിഭ അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, പേര് ഞങ്ങൾക്ക് തൊള്ളൽ വരുന്നില്ല. അങ്ങനെ ഒരുപാട് സംഗതി പുരസ്കാരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഈ സാധാരണഗതിയിൽ ഇപ്പം
താങ്കളെപ്പോലുള്ള ഒരാൾ ഇനി ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ പരിപാടി ഈ ഫൗണ്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ രൂപപ്പെടുത്തി വരുന്നുണ്ടാവുമല്ലോ അല്ലേ? അത് ശരിക്കും ഈ ഫൗണ്ടേഷന് ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ സൂചിപ്പിച്ച പോലെ ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്കുള്ളൊരു സ്കൂളാണോ ഉദ്ദേശിക്കുന്നത്? സ്കൂളല്ല, ഒരു സ്പോർട്സ് സെൻറ്റർ. സ്പോർട്സ് സെൻറ്റർ, ഓ വെരി ഗുഡ്. നമ്മൾ കായികപരം, ഞാൻ കായിക പ്രേമി ആയതുകൊണ്ട് തന്നെ കായികപരമായിട്ടും വളരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ടല്ലോ. അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഭാവിയിൽ ഒരു സ്പോർട്സ് വില്ലേജ് ഉണ്ടാക്കണം എന്നുള്ളൊരു സ്വപ്നമായിട്ടാണ്. ഓ അതാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? നോബൽ പ്രൈസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇതുണ്ടായില്ലേ, 3 പേരായിട്ട് തിരഞ്ഞെടുക്കും, അതിനെ പറ്റുമെന്ന് പറയൂ. അത് 2021 ക്രിച്ച് കാച്ച് ഫൗണ്ടേഷൻ എന്ന് പറയും, നെതർലാൻഡ് ആസ്ഥാനമായിട്ടുള്ള. അത് അതിൻ്റെ ചിൽഡ്രൻസ് പീസ് പ്രൈസ് ഫൈനലിസ്റ്റാണ്. അതിലത്തെ 3 ഫൈനലിസ്റ്റുകളിൽ ഒരാളായിരുന്നു. അത് ഈ കുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ശബ്ദിക്കുന്ന ആളുകൾ അവർക്ക് കൊടുക്കുന്ന ഒരു പ്രത്യേക അവാർഡാണ്. മലാല യൂസുഫ്സായിക്കും ഗ്രേറ്റ തമ്പങ്കിനൊക്കെ കിട്ടിയ ഒരു അവാർഡായിരുന്നു. അതിലാണ് എനിക്ക് ഈ 3 ഫൈനലിസ്റ്റുകളിൽ ഒന്ന് അസീം, മറ്റു 2 പേരായിരുന്നു. ഒന്ന് നവ് വിഹാൻ എന്ന് പറഞ്ഞിട്ടുള്ള 2 ഏട്ടനന്യന്മാരായിരുന്നു. അവർ 2 പേരും കൂടിയിട്ട് ഡൽഹിയിൽ ഇപ്പം പൊല്യൂഷനൊക്കെ വളരെ കൂടുതലുള്ളതുകൊണ്ട് തന്നെ അത് റീസൈക്ലിങ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് അവരുള്ളത്. പിന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ക്രിസ്റ്റീന ആദാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കുട്ടിയായിരുന്നു. വീട്ടിലെങ്ങനെ പൊതുവെ ഉമ്മയും ഉപ്പയൊക്കെ എത്രത്തോളം? വീട്ടിലൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ വീട്ടിലെപ്പോഴും ഞാൻ ആസിമാണല്ലോ. വീട്ടിൽ ഞാൻ ആസിം. എത്ര സഹോദരങ്ങളുണ്ട്? എനിക്ക് 3 ബ്രദേഴ്സ്, 3 സിസ്റ്റേഴ്സ്. എല്ലാവരും വിദ്യാർത്ഥികളാണ്. ഓക്കെ ഓക്കെ. പിതാവ് എന്ത് ചെയ്യുന്നു? പിതാവ് ഇപ്പം എൻ്റെ കൂടെ ഒന്നുമില്ല, ആളുകളുടെ സപ്പോർട്ടറായിട്ട് ഇങ്ങനെ നടക്കുകയാണല്ലേ? എന്താണ് അസീമിനെ കുറിച്ച് പറയേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു അത്ഭുതം എന്ന് പറഞ്ഞാൽ ഒരുപാട് നമുക്ക് ആലോചിക്കാൻ പോലും കഴിയാത്ത ഒരുപാട് കാര്യങ്ങളാണ്. എല്ലാ സൗകര്യങ്ങളുണ്ടായിട്ടും യാതൊരു പ്രയാസങ്ങളും ശരീരത്തിനില്ലാത്ത ആളുകൾക്ക് പോലും ചിന്തിക്കുകയും പറയുകയും ചെയ്യാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങളാണ് അസീമ ഈ ചെറുപ്രായത്തിൽ ചെയ്തു കൂട്ടിയിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്, എല്ലാ നിശ്ചയദാർഢ്യമാണ് ഇത്. ഈ താങ്കളെപ്പോലുള്ള വിദ്യാർത്ഥി സമൂഹത്തിന് വലിയൊരു പ്രചോദനമാണ്. അപ്പം തുടർന്നും ഈ പ്രവർത്തനങ്ങൾ, അസീം ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.